നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മയ്ക്കല്ലേ ഞങ്ങളെ വേണ്ടാത്തത്? ലോകത്താരും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നില്ലല്ലോ. ഞങ്ങൾ മാത്രമല്ലേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. മതിയടി, നീ കൂടുതൽ പ്രസംഗിക്കണ്ട. എല്ലാം മറന്ന് നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതാണല്ലോ ഞാൻ ചെയ്ത തെറ്റ്. അമ്മേ, വെറുതെ എന്തെങ്കിലും സംസാരം. നീ വന്നത് എന്തിനാന്ന് വെച്ചാ പറ. എന്താ അച്ഛാ? അമ്മ പറയും. എന്താ എന്തെങ്കിലും വിശേഷമുണ്ടോ? വിശേഷമൊന്നുമില്ല. ദേ, നിങ്ങളെ 4 പേരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. അല്ലാതെ എന്റെ മക്കളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നരകിക്കാനൊന്നും ഞാൻ അനുവദിക്കത്തില്ല. അതിന് ഞങ്ങൾ നരകിക്കുന്നു ആരാ പറഞ്ഞ? നീ ഒരു അക്ഷരം മിണ്ടരുത്. നീയും നല്ലോളൊന്നും അല്ല. ഞാനിപ്പോ അതേക്കുറിച്ച് പറഞ്ഞ ഇവിടെ അടി നടക്കും. അതുകൊണ്ട് വേണ്ട. മോളെ, ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട. അമ്മ പറയുന്ന നോക്കിയാണെങ്കിൽ ഞങ്ങളൊപ്പം വരാം. അബി വരാതെ എങ്ങനെയാ അമ്മേ? അബി വേണ്ടി തീരുമാനിക്കാൻ. അവനോട് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ ഇപ്പൊ തന്നെ വരാൻ നോക്ക്. അബി വരട്ടമ്പേ, നമുക്ക് പോയിട്ടൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. ഭാമേ, അബി വന്നോളും. അവനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നിങ്ങൾ എന്റെ കൂടെ ഇപ്പൊ ഇറങ്ങാൻ നോക്ക്. അല്ലാതെ ഇവിടെ നിങ്ങൾക്ക് പറ്റില്ല. വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്തിനാ? അബിയിട്ട് വരാതെ ഞാൻ എന്തായാലും വരില്ലമ്മേ. ഭാമേ, നീ മോളെ ഒരുക്കി ഇറങ്ങാൻ നോക്ക്. അബിയെ ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. മോള് നല്ല ഉറക്കം അമ്മേ. എന്നാ ഞാൻ എടുക്കാം. വാ. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനമായിട്ട് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഇനി അനിമമൻ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണോ? എന്തായാലും ഭാവനേച്ചോടൊന്ന് വിളിച്ചു പറയാം. ഹലോ അരുന്ധതി ചേച്ചി, അച്ഛനും അമ്മയും കൂടി ഞങ്ങളെ 4 പേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുക. വീട്ടിലേക്ക് കൊണ്ടുപോകാനോ? അതെ ചേച്ചി, ഭരതേട്ടനും ഭാമേച്ചിയും പോവാൻ തയ്യാറായി നിൽക്കുക. അഭി എന്താ പറഞ്ഞേ? അഭിയേട്ടൻ ഇവിടെ ഇല്ല. വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഭാവനേച്ചി. അമ്മയുടെ മനസ്സിലെന്താന്ന് എങ്ങനെ അറിയാം? ഞാനും അത് തന്നെ ആലോചിക്കുന്ന അരുന്ധതി. പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനമായിട്ട് ആന്റി വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. എനിക്കെന്തോ പോകാൻ തോന്നുന്നില്ല ഭാവനേച്ചി. പക്ഷെ ഭരതേട്ടൻ പോകാൻ വേണ്ടി നിൽക്കുക. അങ്കിളും കൂടി വന്നത് എന്തിനാന്നാ ഞാൻ ആലോചിക്കുന്നത്. അച്ഛനെ അമ്മ നിർബന്ധിച്ചു കൊണ്ടുവന്നതാവും. ഭാവനേച്ചിക്ക് എന്ത് തോന്നുന്നു? അരുന്ധതിയും ഭരത്തും പോകുന്നത് പോലെയല്ല ഭാമ വീണ്ടും ആ വീട്ടിലേക്ക് പോകുന്നത്. അനിരുദ്ധൻ ശ്രീപ്രിയയെ നിരപരാധിയാക്കി പുറത്തിറക്കിയെന്ന് ഞാൻ അറിഞ്ഞു. ഇനി വീണ്ടും ശ്രീപ്രിയയെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാവും ആന്റിയുടെ തീരുമാനം. ശ്രീപ്രിയയെ ഇനി എന്തായാലും ആ വീട്ടിലേക്ക് കൊണ്ടുപോയി നിർത്തില്ല ചേച്ചി. അതിനാര് സമ്മതിച്ചാലും അഭിയേട്ടൻ സമ്മതിക്കില്ല. അങ്ങനെ ആയാൽ എല്ലാവർക്കും കൊള്ളാം. ലക്ഷ്യങ്ങൾ വാരി എറിഞ്ഞിട്ട് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിച്ച ശ്രീപ്രിയയെ പുറത്തു കൊണ്ടുവന്നത്. മിക്കവാറും ആന്റിയുടെ കാശ് തന്നെയാവും ഇവിടെയും ചെലവായത്. എന്തായാലും അവളെ ഇനി ഞാൻ സഹകരിപ്പിക്കില്ല ചേച്ചി. ഭരതേട്ടനെ കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണല്ലോ അവളെ പോലീസ് പൊക്കിയത്. ഈശ്വരനായിട്ടാ ആ രമേശേട്ടന്റെ കണ്ണിനെല്ലാം കാണിച്ചു കൊടുത്തത്. എന്തായാലും പെട്ടെന്ന് നിങ്ങൾ ആരും ചാടിക്കയറി പോണ്ട. അങ്ങനെ പോവുകയാണെങ്കിൽ സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രം പോയാൽ മതി. അഭിയും കൂടി വരട്ടെ എന്ന് അരുന്ധതി പറയണം. ഞാൻ പറഞ്ഞാലൊന്നും അമ്മ കേക്കില്ല ചേച്ചി. അമ്മയുടെ സ്വഭാവം ചേച്ചിക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അങ്കിളും കൂടി വന്ന സ്ഥിതിക്ക് ആന്റി എന്തോ അങ്കിളിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഒരിക്കലും അങ്കിള് വരില്ല. അച്ഛന്റെ മുഖം കണ്ടാൽ അറിയാം. സാധാരണ സ്വന്തം മക്കളെ വിളിക്കാൻ വരുന്ന സന്തോഷമൊന്നും ആ മുഖത്തില്ല. അങ്ങനെയാണെങ്കിൽ നല്ലതുപോലെ ആലോചിച്ചിട്ട് പോകുന്നതാ ബുദ്ധി. ഞാനെന്തായാലും അഭിയേട്ടനും കൂടെ വന്നിട്ടേ വരുന്നുള്ളൂ എന്ന് പറയാൻ പോവാ. അതാണ് അതിന്റെ ഒരു ശരിയും. അഭിയാണല്ലോ നിനക്ക് അവിടെ അഭയം തന്നത്. എന്നാൽ അങ്ങനെ ചെയ്യാൻ ചേച്ചി. അഭിയേട്ടൻ വരട്ടെ, ഞാൻ വിളിക്കാം. ശരി.
ആരോടാ താൻ സംസാരിച്ചു? അരുന്ധതിയോടെ സൂര്യ. അങ്കിളും ആന്റിയും കൂടി അവരെ 4 പേരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുക. ആഹാ, അതൊരു വലിയ കാര്യമാണല്ലോ. അമ്പാലിക തമ്പുരാട്ടിക്ക് സ്വബോധമൊക്കെ തിരിച്ചു കിട്ടിയോ? എനിക്കെന്തോ ഇതൊരു ചതിയായിട്ടാ തോന്നുന്നത്. ഇനി ഭാമയുടെ ജീവിതത്തിലേക്ക് വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാവോ എന്നാ എന്റെ പേടി. ഇനി അതിന് ചാൻസ് കുറവാ ഭാവന. കാരണം ഇനി ഭാമയ്ക്കും കുഞ്ഞിനും എന്ത് സംഭവിച്ചാലും അനിരുദ്ധനെ അമ്പാലികയെ സംശയിക്കുള്ളൂ എന്ന് അവർക്കറിയാം. സൂര്യ, അവര് ദുഷ്ടരാ. കാര്യം നടക്കാൻ വേണ്ടി അവരേതറ്റം വരെയും പോവും. ശരി, എന്നിട്ടിപ്പോ അഭിയുടെ തീരുമാനം എന്താ? കൂടെ പോകുന്നുണ്ടോ? അഭി അവിടെ ഇല്ല. ഞാൻ അരുന്ധതിയോട് പറഞ്ഞു പോണ്ടാന്നു. താൻ എന്തിനാ ഇപ്പൊ അങ്ങനെ പറയാൻ പോയത്? ജീവിതകാലം മുഴുവൻ അവര് വാടക വീട്ടിൽ കഴിഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ തന്നെ എത്ര നാളാ സ്വന്തം മക്കളെ അകറ്റി നിർത്തുന്നത്? എന്തായാലും അങ്കിളും കൂടി വന്ന് വിളിച്ച സ്ഥിതിക്ക് കൂടെ പോകുന്നതന്നെ നല്ലതെന്നാ എന്റെ അഭിപ്രായം. അല്ല സൂര്യ, ആന്റി വീണ്ടും പഴയതുപോലെ ഭാമയെ ഉപദ്രവിക്കുമെന്നാ എന്റെ പേടി. അങ്ങനെയൊന്നും പേടിച്ചിട്ട് കാര്യമില്ല ഭാവന. ഇപ്പൊ അവരുടെ മകളെ ഭരത്തല്ലേ താലി കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെല്ലാം ആലോചിച്ചല്ലേ ചെയ്യൂ. ആ അനിരുദ്ധൻ അവിടെ ഉള്ളതാ കുഴപ്പം. അയാൾ എന്നോടുള്ള പകയും മനസ്സിലിട്ടോണ്ടാ നടക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കിയാൽ ആർക്കെങ്കിലും ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ദൈവത്തിന് സാക്ഷിയാക്കി നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാനേ ഞാൻ പറയൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ അമ്പാലിക ആന്റിയോടൊന്ന് സംസാരിക്കണം. തനിക്ക് വേറെ ഒരു പണിയുമില്ലേ? വീണ്ടും അമ്പാലികയായിട്ട് കൊമ്പ് ഓർക്കാനാണോ തന്റെ തീരുമാനം? ഞാനായിട്ടൊന്നിനും പോവില്ല സൂര്യ. എന്നാലും ഞാൻ ഇടപെടാതിരിക്കുന്നത് ശരിയല്ല. അതിന് ഭരത്തിനും ഭാമയ്ക്കും താൻ ഇടപെടുന്നത് ഇഷ്ടപ്പെടില്ലല്ലോ. അവർക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ അഭിയും അരുന്ധതിയും എന്നോടൊപ്പം നിൽക്കൂ. രക്തബന്ധം കൊണ്ട് അവരെന്റെ സഹോദരങ്ങളല്ലെങ്കിലും ഹൃദയബന്ധം കൊണ്ട് അഭിയും അരുന്ധതിയും എന്റെ സഹോദരങ്ങളാ. എന്നാ പിന്നെ തന്റെ ഇഷ്ടം പോലെ ചെയ്യും. പിന്നെ ഇതിന്റെ പേരിൽ തന്നെ ആരും പഴി പറയാതിരുന്നാ മതി. ഞാനിപ്പോ എന്താ വേണ്ടത് സൂര്യ? അരുന്ധതിയോട് പോണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അതെന്തായാലും വേണ്ട. അങ്കിളും കൂടി വന്നല്ലേ ക്ഷണിച്ചത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. എന്തായാലും അരുന്ധതിയെ വിളിച്ച് കൂടെ പോകാൻ പറ. പറയല്ലേ? അതോ ഞാൻ ഭരത്തിനെ വിളിക്കണോ? എന്നാ പിന്നെ തനിക്ക് ഇപ്പോൾ ഉള്ള സന്തോഷം കൂടി പോകും. തന്റെ ഫോൺ കോൾ പോലും അവനിപ്പോ അലർജി ആണല്ലോ. എടോ, താൻ വിഷമിക്കൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാം, താൻ അരുന്ധതിയെ അല്ലെങ്കിൽ അഭിയെ വിളിക്കുക. അതാ നല്ലത്. വിളിക്കല്ലേ? ശരി. ചേച്ചി. അരുന്ധതി, ഞാൻ സൂര്യയോട് സംസാരിച്ചു. സൂര്യ പറയുന്നത് നിങ്ങൾ പോണോന്നാ. അച്ഛനും അമ്മയും വന്ന് വിളിച്ചതല്ലേ. എത്ര നാളിങ്ങനെ അകന്ന് കഴിയുന്നാ സൂര്യ ചോദിക്കുന്നത്. എന്നാ പിന്നെ അഭിയേട്ടനും കൂടെ വരട്ടെ ചേച്ചി. അഭിയേട്ടന്റെ തീരുമാനം കൂടെ നോക്കണമല്ലോ. അഭി എതിർക്കാൻ ചാൻസ് കുറവാ. പിന്നെ പറയാൻ പറ്റില്ല, അവനും കുറെ അനുഭവിച്ചതാണല്ലോ. എന്തായാലും ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം അരുന്ധതി. പിന്നെ നീയും ഭരത്തും ഒക്കെ ഉള്ളതുകൊണ്ട് ആന്റി ഇനി ഓരോന്ന് ആലോചിച്ചേ ചെയ്യൂ. അതൊന്നും പറയാൻ പറ്റില്ല ചേച്ചി. വൈരാഗ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ ഉറപ്പായും ഇപ്പൊ കാണിക്കുന്നത് വെറും അഭിനയമായിരിക്കും. എന്തായാലും നിങ്ങൾ പോവാൻ നോക്ക്. നിങ്ങൾ പോയതിനു ശേഷം ഞാൻ അവിടെ വന്നോളാം. ചില കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ പറയണം. എന്നാലേ ഒരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവും. എന്നാ പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഇതോടെ പ്രശ്നങ്ങൾ തീർന്നോന്നേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. അവിടുത്തെ പ്രശ്നം അനിരുദ്ധനാണ് അരുന്ധതി. എരിതീയിൽ എണ്ണ ഒഴിക്കുന്നതായക്കിഷ്ടം. അനിമാമന്റെ ഒരു ഉദ്ദേശവും ഇനി ഇവിടെ നടക്കില്ല ചേച്ചി. അച്ഛനും ഇപ്പം രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുന്നേ. നമുക്ക് നോക്കാം അരുന്ധതി. ഭാമയുടെ അഭിയുടെയും കുഞ്ഞാ ഇപ്പൊ എന്റെ പ്രതീക്ഷ. നോക്കട്ടെ പേരക്കുട്ടിയോടുള്ള ആന്റിയുടെ സമീപനം എങ്ങനെയാണെന്ന്. ഭാമേച്ചിയുടെ കുഞ്ഞിനോട് അമ്മയ്ക്ക് സ്നേഹമൊക്കെ ഉണ്ട്. അമ്മ വന്ന് കുഞ്ഞിനിപ്പൊ എടുത്തതാണല്ലോ. അതൊക്കെ അറിഞ്ഞതുകൊണ്ടാ സൂര്യയോട് ആലോചിച്ചിട്ട് ഞാൻ തീരുമാനം പറഞ്ഞത്. എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാൻ ചേച്ചി. പക്ഷേ ഇനി ഒരിക്കൽ കൂടെ അമ്മയുടെ പെരുമാറ്റം കാരണം ഞാൻ ആ വീടിന്റെ പടി ഇറങ്ങേണ്ടി വന്ന പിന്നെ ഞാൻ ഒരിക്കലും എന്റെ വീടിന്റെ പടി കടക്കത്തില്ല. അരുന്ധതി ഈ പറഞ്ഞത് സ്വന്തം അമ്മയോട് തന്നെ പറയണം. എന്ത് പ്രശ്നം വന്നാലും എന്റെ വീടിന്റെ വാതില് നിങ്ങൾക്കായിട്ട് എപ്പോഴും തുറന്നു കിടക്കുന്നുണ്ടാവും. ശരി ചേച്ചി. ഓക്കെ. നിനക്കെന്താ അരുന്ധതി? അഭി പറഞ്ഞാലേ നീ വരുള്ളോ? ഞങ്ങൾക്ക് അഭയം തന്നത് അഭിയണ്ണ അമ്മ.
അപ്പൊ പിന്നെ അഭിയോട് ഒരു വാക്ക് പറയണ്ടേ? അതിന് അഭി അവിടേക്കല്ലേ വരുന്നത്, പിന്നെന്താ? ഞാൻ ഭാമയോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ഭാമ വേണം രണ്ടു വട്ടം ആലോചിക്കാൻ, അല്ലാതെ നീയല്ല. ആ ഭാമ ഇപ്പൊ വരാൻ തയ്യാറായിട്ട് നിൽക്കുക. അതിന് ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ അമ്മേ. ഇത്ര നേരം വെയിറ്റ് ചെയ്യാമെങ്കിൽ അഭിയേട്ടൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ എന്താ? അത് മതി അമ്പേ, വീട്ടിൽ പോയിട്ട് ഇപ്പൊ അത്യാവശ്യമൊന്നുമില്ലല്ലോ.